അനാൻഷനെ കാണാൻ കാസർഗോഡ് ഫ്ലീയിലേക്ക് കയറി ഒന്ന് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങോട്ട് ഏതോ സിവിൽ വാർ നടക്കുന്ന സ്ഥലത്ത് പോയ പോലെ ഫ്ലക്സ് പൊളിച്ചിട്ട് ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നു. കുഞ്ഞുങ്ങളും കുട്ടികളും ബോധം കെട്ടിട്ട് വീടുന്നു. കുറെ ആൾക്കാർ ആംബുലൻസ് കയറ്റി കൊണ്ടുവന്ന് ഉള്ളിലേക്കാളും പുറത്ത് ഫുള്ള് റഷ്, അലമ്പോട് അലമ്പ്. എന്തോ ഭാഗ്യത്തിൽ നമ്മ ആദ്യം തന്നെ കയറിയോണ്ട് നമ്മ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ആക്കാൻ തുടങ്ങി. അനാൻഷൻ ഒന്നിച്ച് പാട്ട് പാടുന്ന KP-നെ കണ്ട് KP-നോട് പരിപാടിയെല്ലാം പൊളിക്കണമെന്ന് പറഞ്ഞു. മാത്രം ഇങ്ങനെ ഒരു പൊളിയാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോഴത്തേക്ക് ഈ തലതിരിഞ്ഞ സൈക്കിൾ ഓട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഈ 2 ഏച്ചിമാർ ഞങ്ങളെ പിരാന്താക്കി. നമ്മളോട് കളിച്ചാൽ ഞമ്മ വിടുമോ, ഞമ്മ ഓട്ടുന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് തുള്ളിച്ചിരുന്നു. ആ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയപ്പോ മനസ്സിലായി മൂഞ്ചി ഇവർ ഞങ്ങളെ പറ്റിച്ച്. ഇത് ഒരുമാതിരി മറ്റേ അടുത്ത സൈക്കിൾ എങ്ങനെ നോക്കിയാലും ഓട്ടാൻ പറ്റൂല. അപ്പോഴത്തേക്ക് ജമാല് പറഞ്ഞ് മാറിക്കട ഞാൻ കാണിച്ചു തരാം. അവന് നല്ല മജേല മൂഞ്ചി. പരിപാടി തുടങ്ങിയപ്പോ നമുക്ക് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഗ്യാപ്പ് കിട്ടി. ചുക്കൂറിന്റെ മുമ്പിൽ ഒരു മല പോലത്തെ ഒരാൾ നിന്നിട്ട് അവന്റെ ഗ്യാപ്പ് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ജാസ് അസ്ലാം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ പരിപാടി തുടങ്ങി. നല്ല മജയില നമ്മ വൈബ് എടുത്ത് നിന്നോണ്ട് ഇതുവരെ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നമ്മ വൈബ് എടുത്തോണ്ട്. പിന്നെ അങ്ങോട്ട് ക്രൗഡും കൂടി ഉന്തലും തള്ളലും തുടങ്ങി. നമ്മ അങ്ങ് ബാരിക്കേഡിലേക്ക് ഒട്ടിച്ചു പോയി. എനിയുടെ നിന്ന് ശ്വാസം മുട്ടി ചത്തേ പോകുന്ന പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ബാക്കിലേക്ക് പോയി. ബാക്കിൽ വന്ന് നോക്കുമ്പോ കബൂർ സീന് ഉള്ളിലുള്ളതിനേക്കാൾ ഡബിൾ ഇരട്ടി ആൾക്കാർ പുറത്ത് ഉന്തും തല്ലും ആയിക്കൊണ്ട്. കുറെ അധികം ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതിനോണ്ട് അവരെല്ലാരും ഉന്തി ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പെണ്ണുങ്ങളും അമ്മമാരും കൊച്ചു കൊച്ചു കുട്ടികളെടുത്ത് ആ ലൈനിൽ ഗ്യാപ്പിൽ ഞെങ്ങിട്ട് അമരുന്നുണ്ട്. പിന്നെ പോലീസും അവിടുത്തെ ടീം മെമ്പേഴ്സ് എല്ലാം എങ്ങനെയല്ലോ കൂടി കൺട്രോൾ ആക്കിയിട്ട് അനാൻസ് സ്റ്റേജിലേക്ക് വന്നു. പിന്നെ അനാനും KP-യും വന്നിട്ട് നല്ല കിടിലം 2 പാട്ടും പാടിച്ച് നല്ല വൈബാക്കിട്ട് ഓറങ്ങ് ഓടി രക്ഷപ്പെട്ടു. ആ ഗ്യാപ്പിൽ ഞങ്ങളും തുള്ളിട്ട് എങ്ങനെയല്ലോ പുറത്തിറങ്ങി. അതിന്റെ ഇടയിൽ 14 ആൾക്കാർക്ക് ബ്രീതിങ് പ്രോബ്ലംസും അങ്ങനെ കാര്യങ്ങളെല്ലാം ആയിട്ട് ഹോസ്പിറ്റലിലുണ്ട്. അവരെല്ലാം സേഫ് എന്നാ കേട്ടെ. എന്തായാലും നമ്മ സേഫ് ആയിട്ട് കാറിന്റെ അടുത്ത് കെട്ടി കഴിച്ച് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം പിള്ളേരെല്ലാം അടുത്ത് കൊണ്ടുപോകാതിരിക്കുക. കുറെ പിള്ളേർ മിസ്സിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായി. അപ്പൊ പോലീസ് അവിടെ ലാറ്റിയും പിടിച്ചിട്ട് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചോണ്ട് ഞങ്ങളും തുള്ളിട്ട് കാറിലെ കയറ്റി എങ്ങനെ രക്ഷപ്പെട്ടു. അപ്പൊ ശരി, അത്രേ ഉള്ളൂ. പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.